ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അതേ നമ്മുടെ ശ്രുതിയുടെയും സുധിയുടെയൊക്കെ കാര്യം പറഞ്ഞ് രേവതിയും സച്ചിയും കൂടെ അവിടെ അങ്ങനെ ഇരിക്കുക. അപ്പോഴാണ് ചന്ദ്രമതി അങ്ങോട്ടേക്ക് വരുന്ന ചന്ദ്രമതി ആണെങ്കിൽ ഭാമ പറഞ്ഞ കാര്യങ്ങളെപ്പറ്റി ആലോചിക്കുകയാണ്. അതായത് ശ്രുതി മലേഷ്യക്ക് പോകും, പിന്നാലെ അവൻ പോകും എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ രവിയേട്ടൻ ചോദിച്ചതും കാര്യം ആലോചിച്ചിട്ട് തല പുകഞ്ഞിങ്ങനെ ചന്ദ്രമതി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക കേട്ടോ. അപ്പോഴാണ് സച്ചിയും രേവതി ഇത് കാണുന്നത്. ഇവർ അങ്ങോട്ട് നോക്കുമ്പോൾ അമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് കണ്ടു. അപ്പം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി സച്ചിയുടെ നേരെ ഇങ്ങനെ തലയാട്ടി കാണിച്ചു. അപ്പോഴേക്കും ശ്രുതി അങ്ങോട്ടേക്ക് വരിക. എടാ അവിടെ നിന്നേ, ശ്രുതി എവിടെ എടാന്ന് ചോദിച്ചു. അത് പിന്നെ എനിക്ക് എങ്ങും അറിയില്ല എൻ്റെ അമ്മയെ. അപ്പം നീ അവളെ വിളിച്ചിരുന്നില്ലേ? ഞാൻ വിളിച്ചൊന്നുമില്ല. അവളെ വിളിക്കരുത്, സംസാരിക്കരുതെന്നൊക്കെ അമ്മയല്ലേ എന്നോട് പറഞ്ഞതെന്ന് ചോദിച്ചു. അമ്മ ഇനി അവളോട് സംസാരിച്ചുള്ളൂ എന്ന് പറഞ്ഞാൽ മാത്രമേ ഞാനിനി ശ്രുതിയെ വിളിക്കത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അന്നേരം സച്ചി, നീ കേട്ടില്ലേ രേവതി, ഭാര്യയോട് സംസാരിക്കാൻ അവൻ അമ്മയുടെ അനുവാദം വേണോ അത്രയെന്നും പറഞ്ഞുകൊണ്ട് സച്ചി ഇരുന്ന് പറയാം. അപ്പോൾ ചന്ദ്ര ഇങ്ങനെ ഇത് കേട്ടോണ്ട് ഇങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കാം. അല്ല, അച്ഛൻ്റെ 50 ലക്ഷം രൂപ എടുത്തുകൊണ്ട് പോയി നീലിമയ്ക്ക് കൊണ്ടുപോയി കൊടുക്കുമ്പം അമ്മയോട് പെർമിഷൻ ചോദിച്ചില്ലല്ലോ എന്ന് പറഞ്ഞു. ഒന്ന് മിണ്ടായിരിക്കടാ അവിടെ നിന്ന് സുധി. അപ്പോഴത്തേ നമ്മുടെ സച്ചി, രേവതി നിനക്ക് എന്ത് നല്ല ഭർത്താവിനെയാണ് കിട്ടിയിരിക്കുന്നു നോക്കാം, നിന്നോട് സംസാരിക്കാൻ എനിക്ക് ആരുടെ പെർമിഷൻ വേണ്ട, എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യുമെന്ന് സച്ചി അവിടെ ഇരുന്ന് പറയുന്നു. അന്നേരത്തേക്കും എടാ സുധി, ശ്രുതിയെ ഫോൺ ചെയ്തിട്ട് വരാൻ പറയാൻ പറഞ്ഞു. അമ്മേ ഞാൻ പറയാമേ എന്നും പറഞ്ഞുകൊണ്ട് ചാടി കയറി ഫോൺ എടുക്കുക. ഞാൻ ഇപ്പോൾ വിളിക്കാമേ എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ എടുത്ത് ശ്രുതിയെ വിളിക്കുന്നു. അപ്പോൾ ശ്രുതിയുടെ കോള് കണ്ടപ്പോഴത്തേക്കും ശ്രുതിക്ക് അങ്കലാപ്പ് തുടങ്ങി. ഈശ്വര, എന്തിനു വിളിക്കുന്നതായിരിക്കും, വിളിക്കേണ്ട കാര്യം എന്താ? പക്ഷെ ശ്രുതി ഫോൺ എടുക്കുന്നില്ല. ഇവിടെ അന്നേരത്തേക്കും ശ്രുതിക്ക് സങ്കടം. എന്താടാ, ശ്രുതി വിളിച്ചിട്ട് എടുക്കുന്നില്ലമ്മേ, ഫോൺ എടുക്കുന്നില്ലമ്മേ എന്ന് പറഞ്ഞു. നീ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ലെന്നോ? ഓ, ഞാൻ അവളെ വിളിച്ച് കെഞ്ചണമായിരിക്കും, അതുകൊണ്ടാണ് നീ വിളിച്ചപ്പോൾ എടുക്കാത്തത്. അയ്യോ, അതുകൊണ്ടൊന്നും ആയിരിക്കത്തില്ല അമ്മ. 2 ദിവസമായിട്ടേ ഞാൻ അവളെ ഫോൺ വിളിക്കോ സംസാരിക്കോ ഒന്നും ചെയ്തില്ലല്ലോ. അപ്പോൾ ശ്രുതി അപ്പോൾ ചിലപ്പോൾ അതിൻ്റെ ദേഷ്യത്തിലായിരിക്കും അമ്മ, അതായിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ പറഞ്ഞപ്പം അവൻ വിളിച്ചപ്പോൾ നിനക്ക് ഫോൺ എടുത്തുകൂടായിരുന്നു എന്ന് ശ്രുതിയോട് മീര ചോദിക്കുക. ശ്രുതിയുടെ അമ്മ എന്നെ അടിക്കുമ്പോൾ ശ്രുതി നോക്കി നിൽക്കല്ലായിരുന്നു എന്ന് ചോദിച്ചു. അമ്മ പറയുന്നതും കേട്ട് 2 ദിവസമായിട്ട് എന്നോട് മിണ്ടിയിട്ട് പോലും ഇല്ല എന്ന് പറഞ്ഞു. ഇനിയിപ്പം ഞാൻ വിളിച്ച ഉടനെ ഫോൺ എടുത്താലേ അതിൻ്റെ സീരിയസ്നെസ് അവന് മനസ്സിലാവത്തില്ല. കുറച്ചു നേരം ടെൻഷൻ അടിച്ചവിടെ അങ്ങ് ഇരിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം. ഇപ്പോൾ അവൾ എവിടെയുള്ളതെന്ന് ചോദിച്ചു. അവൻ എനിക്ക് അറിയില്ല അമ്മയെന്ന് പറഞ്ഞു. അമ്മേ, ഞാനൊരു കാര്യം ചെയ്യാം, ആ പാർലറിലെ സ്റ്റാഫിനെ ഒന്ന് വിളിച്ചു നോക്കാം. വിളിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിയെ കൊണ്ട് വിളിപ്പിക്കുക. അപ്പോൾ ഹലോ, ശ്രുതി ഉണ്ടോ അവിടെ എന്ന് ചോദിച്ചു. ആണോ, ശരിയേ എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അപ്പോൾ എന്താടാന്ന് ചോദിച്ചു അമ്മേ ശ്രുതി പാർലറിലും ഇല്ലമ്മേ. ഇതിവിടെ എവിടെ പോയി കിടക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര. അപ്പോഴത്തേക്കും സജ്ജി ചെവി വട്ടം പിടിച്ചിങ്ങനെ നിൽക്കാം. ഞാനേതായാലും ശ്രുതിയെ ഒന്നുകൂടെ ഒന്ന് വിളിച്ച് നോക്കട്ടെ അമ്മ. വിളിക്ക് വേഗാട്ടെ എന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ വീണ്ടും ഫോൺ എടുത്ത് ശ്രുതിയെ വിളിക്കുന്നു. അപ്പോൾ എടി ഫോൺ എടുക്കടി, വിളിക്കുന്നടി, എടുക്കടി എന്ന് പറഞ്ഞുകൊണ്ട് മീര ശ്രുതിയെ നിർബന്ധിക്കാം കോൾ എടുക്കാൻ. പക്ഷേ ശ്രുതി ആരാ പൊന്നുമോള് ഫോണും എടുക്കണില്ല. സച്ചി എന്തിനോ എന്നിങ്ങനെ ഇരിക്കാം. അപ്പോൾ രേവതി ഈ ഭർത്താക്കന്മാരോടൊക്കെയാൽ അവർ ബാറിൽ പോയിരിക്കും. ഈ കുടിക്കാത്ത ഭർത്താക്കന്മാരാണെങ്കിലോ അവർ ബീച്ചിലോ അല്ലെങ്കിൽ പാർക്കിലോ ഒക്കെ പോയിരിക്കുമായിരിക്കും. ഈ ഭർത്താക്കന്മാരോട് ഒടിക്കാൻ അവരവിടെ പോയിരിക്കും, അവരുടെ അമ്മ വീട്ടിൽ അങ്ങനെയല്ലേ പോയിരിക്കുക. അപ്പോൾ ശ്രുതിയുടെ അമ്മ വീടെന്ന് പറയുമ്പം അതങ്ങ് മലേഷ്യയിലല്ലേ സച്ചേട്ടാ എന്ന് ചോദിച്ചു. അപ്പോൾ അതെ, അതിന് അവിടെ ഇപ്പോൾ ആരും ഇല്ലല്ലോ. ആളില്ലെങ്കിൽ എന്താ, വീടില്ലേ അവിടെ, അവള് മലേഷ്യയിലേക്ക് വിട്ട് കാണുമെന്ന് സച്ചി. അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതിയുടെ ചങ്കിലൊരു ഇടിപിന്നിൽ. അമ്മ മലേഷ്യയിലോ എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര ഇങ്ങനെ നേരം അവിടെ നിൽക്കുക. ഈ സമയത്ത് രേവതിയും സച്ചി ഒരു കൊളുത്തിട്ട് കൊടുത്തതാട്ടോ. ഈ മലേഷ്യയിലോട്ടൊക്കെ അങ്ങനെ പെട്ടെന്ന് പോകാൻ പറ്റുമോ എന്ന് രേവതി അന്നേരം ചോദിച്ചോ. അതെ, അവള് ചിലപ്പോഴേ അവള് ഫ്രണ്ട് മീരയില്ലേ, മീരയുടെ വീട്ടിൽ കാണുമായിരിക്കും എന്ന് രേവതി പറയുമ്പം അല്ലേ എടാ നീ ആ മീരയെ ഒന്ന് വിളിച്ചു നോക്കിയേടാ എന്ന് ചന്ദ്ര പറഞ്ഞപ്പം കറക്റ്റാ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് ശ്രുതി മീരയെ വിളിക്കുന്നു. അപ്പോൾ മീരയുടെ ഫോണിൽ ശ്രുതിയുടെ കോള്. അപ്പോൾ മീരയാണെങ്കിൽ ഇതേ ശ്രുതിയാണ് വിളിക്കുന്നേ. വിളിക്കട്ടെ, അറ്റൻഡ് ചെയ്യണ്ടാന്ന് ശ്രുതി. ഞാനൊന്ന് എടുത്തു നോക്കാമെന്ന് പറഞ്ഞു. വേണ്ടെന്നല്ലേ നിന്നോട് പറഞ്ഞതെന്ന് പറഞ്ഞു ശ്രുതി. പക്ഷെ മീരയെ ഫോൺ എടുക്കുന്നില്ല. അതെ, എന്തായാലും വിളിക്കുന്നതല്ല, ഞാൻ എടുക്കാം, നീ നിണ്ടായിരിക്കും പറഞ്ഞുകൊണ്ട് നമ്മുടെ മീര ഫോൺ എടുക്കാൻ നോക്കുമ്പോൾ നീ ഫോൺ എടുക്കുക, സ്പീക്കറിലിടാൻ പറഞ്ഞു നേരത്തേക്ക് ശ്രുതി. പിന്നെ ഞാനിവിടെ ഉണ്ടെന്ന് പറഞ്ഞേക്കരുത് കേട്ടോ എന്നും പറഞ്ഞിട്ടാണ് ഫോൺ എടുപ്പിക്കുന്നത്. അപ്പം മീര ഫോൺ എടുത്തു. ഹലോ, ശ്രുതി ഇവിടെ ഇല്ല എന്ന് എടുത്ത പാടെ തന്നെ നമ്മുടെ മീര അങ്ങ് പറഞ്ഞു. അയ്യോ ദേ കിടക്കുന്നു എന്ന് പറഞ്ഞ് ശ്രുതി ഇങ്ങനെ നിൽക്കുമ്പം, അല്ല അതിന് ശ്രുതി അവിടെ ഉണ്ടോയെന്ന് ഞാൻ നിന്നോട് ചോദിച്ചില്ലല്ലോ. അത് പിന്നെ ശ്രുതിയെക്കുറിച്ച് ചോദിക്കാനായിരിക്കുമല്ലോ ഫോൺ ചെയ്തതേ, അത് കരുതി പറഞ്ഞതാണെന്ന് മീര. അപ്പോൾ അവൾ അവിടെ ഇല്ലല്ലേ? അതെ, ഇല്ലാന്ന് പറയുന്ന ശ്രുതി. ഇവിടെ ഇല്ല,
അതെ ശ്രുതി വന്നാൽ ഞാൻ എന്തെങ്കിലും പറയാനുണ്ടോ? ആ അതെ പറയണം. ശ്രുതി വന്നാലേ അമ്മ അവളോട് വീട്ടിലേക്ക് വരാൻ പറഞ്ഞു എന്ന് പറയണം. ശ്രുതിക്ക് അന്താളിപ്പ്. അപ്പോൾ ശ്രുതിയുടെ അമ്മ പറഞ്ഞിട്ടാണ് അപ്പോൾ വിളിക്കുന്നത്? ആ അതെ, അമ്മ പറഞ്ഞു അവളെ വിളിച്ച് വീട്ടിലേക്ക് മടങ്ങി വരാൻ പറയാൻ പറഞ്ഞു. അമ്മ പറഞ്ഞിട്ടാണ് ഞാനിപ്പോൾ അങ്ങോട്ട് വിളിക്കുന്നതേ, അതാ ഞാൻ അങ്ങോട്ട് വിളിച്ചത് എന്ന് ശ്രുതി ഇങ്ങനെ പറഞ്ഞപ്പം ശ്രുതിക്ക് മൊത്തത്തിൽ ഡൗട്ട്. അവളോട് വീട്ടിലേക്ക് വരാൻ പറയണേ എത്രയും പെട്ടെന്ന്. നേരെ അന്തം വിട്ടിങ്ങനെ നോക്കുക. ആ ശരി വെച്ചോളാൻ പറഞ്ഞു ശ്രുതി. ആ ശരി എന്നാ അവൾ വന്ന് ഞാൻ പറഞ്ഞേക്കാവേ എന്ന് പറഞ്ഞ് ഫോണും കട്ട് ചെയ്തു. അത് ഇപ്പം എന്താടാ പറഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ മീരയുടെ വീട്ടിൽ അവളില്ല, അവൾ വരുമായിരിക്കും അമ്മേ, നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ ശ്രുതി അവിടെ നിൽക്കുന്നു. ശ്രുതിയും മീരയും കൂടി ഇങ്ങനെ അവിടെ നിന്ന് ആലോചന. ചന്ദ്രമതി എന്തുകൊണ്ടായിരിക്കും പറഞ്ഞത്? ചിലപ്പോൾ ചന്ദ്രമതിക്ക് നിന്നോടുള്ള പിണക്കം മാറിയെന്നാണ് തോന്നണത്. നിന്നോട് വീട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞത് അതുകൊണ്ടായിരിക്കും. നീ ചെല്ലാൻ പറഞ്ഞു. അന്നേരം ഞാൻ എന്തിനു ചെല്ലണം? ഇപ്പം പോലും ശ്രുതിയുടെ അമ്മ പറഞ്ഞിട്ടാ ശ്രുതി എന്നെ വിളിച്ചത്, അല്ലാണ്ട് ശ്രുതിയായിട്ട് എന്നെ വിളിച്ചതൊന്നും അല്ലല്ലോ. കുറെ പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം ഇരിക്കുന്നത്? ശ്രുതിക്ക് ഇമോഷൻസും ഇല്ല, മെച്യൂരിറ്റി ഇല്ല എന്നൊക്കെ പറഞ്ഞപ്പം അവൻ്റെ അമ്മ പറയുന്നതനുസരിച്ച് ചാടി കളിക്കുന്നവനാണ് അവനെന്നും ഇപ്പം പോലും നിന്നെ വിളിച്ചത് അവൻ്റെ അമ്മ പറഞ്ഞിട്ടല്ലേ. നാളെ അവൻ്റെ ലൈഫിൽ നിന്ന് നിന്നെ ഒഴിവാക്കണമെന്ന് അമ്മ പറഞ്ഞാൽ അവൻ അതും വേണമെങ്കിൽ ചെയ്യുമെന്ന കാര്യവും പറഞ്ഞു. ക്യാഷിൻ്റെ കാര്യത്തിൽ അവൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട്, എന്നാൽ അവനത് നിന്റെ തലയിലിട്ട് നിന്നെ സപ്പോർട്ട് ചെയ്യാതെ സൈലൻ്റായി നിന്നില്ലേ എന്ന് മീര ചോദിക്കുക. നിന്നെ മുന്നിലേക്ക് തള്ളിയിട്ട് അവൻ പിന്നിൽ ഒളിച്ചു നിൽക്കുകയല്ലേ ചെയ്തതെന്നും. ഈ ചെറിയ വിഷയത്തിൽ തന്നെ അവൻ ഇങ്ങനെ. അപ്പോൾ പിന്നെ നാളെ നിന്നെക്കുറിച്ചുള്ള എല്ലാ സത്യങ്ങളും അറിഞ്ഞാലേ അവൻ നിന്നെ സപ്പോർട്ട് ചെയ്യുമോ എന്ന് ചോദിച്ചു. നിന്റെ കൂടെ അവൻ നിൽക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോഴും അവൻ അവൻ്റെ അമ്മ പറയുന്നത് കേട്ട് നിന്റെ അവസ്ഥ പിന്നെ എന്താകുമെന്നൊക്കെ ശ്രുതിയോട് മീര ചോദിക്കുവാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രുതിക്ക് ഭയങ്കര ടെൻഷൻ. അത് നീ പറഞ്ഞത് ശരിയാ, നീ പറഞ്ഞതിലും കാര്യമൊക്കെ ഉണ്ട്. ഭയക്കണം, ശരിക്കും ഭയക്കണം. അകന്നു നിന്നാലേ അത് പ്രശ്നം കൂടുതൽ വഷളാക്കും. അതുകൊണ്ട് വീട്ടിൽ പോയാലേ പറ്റുള്ളൂ എന്ന് ശ്രുതി പറയുക. അമ്മ പറയുന്നത് അനുസരിക്കാത്ത, ഭാര്യ പറഞ്ഞാൽ മാത്രം അനുസരിക്കുന്ന ഒരാളായി ശ്രുതിയെ ഞാൻ മാറ്റിയെടുക്കുമെന്നും എൻ്റെ കൈപ്പിടിയിൽ ഒതുക്കും ഞാനെന്നൊക്കെ ശ്രുതി ഇങ്ങനെ പറഞ്ഞപ്പം നീ അത് ചെയ്യാൻ പോകുന്നതെന്ന് മീര ചോദിച്ചു. അങ്ങനെ ശ്രുതി എന്തൊക്കെയോ മനസ്സിൽ പ്ലാൻ ചെയ്ത് കൂട്ടി നേരെ വീട്ടിലോട്ട് പോവുക. ഈ സമയത്ത് നമ്മുടെ സച്ചിയും അച്ഛനും രേവതിയും ഒക്കെ അവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുക. ചന്ദ്ര എല്ലാവരും ഉണ്ട് കേട്ടോ. ശ്രുതിയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രുതിയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. അപ്പോൾ ശ്രുതി അടുത്തിന് ഇങ്ങോട്ട് വരത്തില്ലേ എന്ന് ചോദിച്ചു ശ്രീകാന്ത്. പിന്നെ വരാതെ, കള്ളത്തരം പിടിച്ചേക്കുമല്ലേ, ആകെ നാണക്കേടായല്ലോ, നമുക്ക് മുഖം തരാതിരിക്കാൻ വേണ്ടി എവിടെയോ മറിഞ്ഞിരിക്കുകയാണെന്ന് സച്ചി അന്നേരം അവിടെ ഇരുന്ന് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം നമ്മുടെ സച്ചി ഇനി എന്തൊക്കെ കാണാൻ കേൾക്കുക വേണമെന്നും പറഞ്ഞു. അപ്പോൾ മതി നിർത്താൻ പറഞ്ഞു ചന്ദ്ര. ഇല്ലില്ല, അതിനെ നിർത്താൻ ഞങ്ങൾ തുടങ്ങിയതല്ലേ ഉള്ളൂ എന്ന് ചന്ദ്രയോട് സച്ചി അന്നേരം പറഞ്ഞു. അപ്പോഴത്തേക്കും ഓട്ടോ വിളിച്ച് ശ്രുതി വരുന്നു. ശ്രുതിയെ കണ്ടപ്പോഴാണ് ഇവർക്കെല്ലാവർക്കും ഒന്ന് സമാധാനമായത്. അപ്പോഴത്തേക്കും ശ്രുതി അച്ഛാ അമ്മേ ശ്രുതി വന്നു എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോഴത്തേക്കും ചമ്മി ഇങ്ങനെ കയറി വരുവാ ശ്രുതി. അപ്പോൾ കയറി വന്നപ്പോഴത്തേക്കും തന്നെ രവിയേട്ടൻ ശ്രുതി നീ എന്താ ചെയ്തത്? നീ ചെയ്തത് ശരിയല്ല എന്ന് പറഞ്ഞു. പക്ഷേ എന്തായാലും ചന്ദ്രൻ നിന്നെ തല്ലരുതായിരുന്നു, അതും തെറ്റായ കാര്യം തന്നെയാണെന്നൊക്കെ പറഞ്ഞ് ഇവള് നിന്നെ തല്ലിയതിൻ്റെ വിഷമത്തിൽ നീ കരുതിക്കൂട്ടി മാറുന്നാണോ എന്ന് ചോദിച്ചു. അയ്യോ ഞാൻ അല്ലെങ്കിലേ, അത് പിന്നെ ആൻറ്റി എൻ്റെ അമ്മയെപ്പോലെ തന്നെയല്ലേ എന്നൊക്കെ ശ്രുതി ഇങ്ങനെ പറയാം. അപ്പോൾ തന്നെ ഇപ്പോഴാണോ ഞാൻ നിനക്ക് അമ്മയായത് എന്ന് ചന്ദ്രമതി ചോദിക്കാട്ടോ. അന്നേരം കള്ളത്തരം കാണിക്കുമ്പോൾ എന്താടി അമ്മയല്ലായിരുന്നു എന്ന് ചോദിച്ചു. വന്നയോടെ ഡയലോഗും കാഴ്ചയിരുന്ന അഭിനയിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഇങ്ങനെ അവിടെ നിന്ന് പറഞ്ഞപ്പോൾ ശ്രുതി ഇങ്ങനെ നോക്കുക കേട്ടോ. അന്നേരം ഫസ്റ്റ് ഗോള് തന്നെ വൈഡ് എന്നും പറഞ്ഞു നമ്മുടെ സച്ചി. ശ്രുതി എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കണം, അല്ലാതെ വീട് വിട്ട് പോകുമൊന്നും അല്ല വേണ്ടതെന്ന് പറഞ്ഞപ്പം അയ്യോ ഞാനങ്ങനെ മാറി നിന്നതൊന്നും അല്ല അങ്കിൾ, ഒരു ഫംഗ്ഷന് മേക്കപ്പ് ചെയ്യാൻ വേണ്ടി പോയതാണെന്ന കാര്യം പറഞ്ഞപ്പം ദേ കിടക്കുന്നു അതും നുണ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ സച്ചി. ശരി കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി ഇതുപോലുള്ള കള്ളത്തരങ്ങളൊന്നും കാണിക്കരുത്. എടാ നിന്നോടും കൂടിയാ പറഞ്ഞതെന്ന് ശ്രുതിയോടും പറഞ്ഞു. ഈ കള്ളത്തരവും ചതിയും വഞ്ചനയൊക്കെ അങ്ങ് നിർത്ത്. എത്ര കിട്ടിയിട്ട് നീ പഠിക്കുന്നില്ലല്ലോടാ. രണ്ടുപേരും ഇനി ഇത് ആവർത്തിച്ചേക്കരുതെന്ന് പറഞ്ഞ അച്ഛനോട് അവർ ആവർത്തിക്കുക. അച്ഛ ചുടല വരെയെന്നല്ലേ എന്ന് സച്ചി ചോദിച്ചു. എടാടാ നീ മിണ്ടായിരിക്കാൻ പറഞ്ഞു അച്ഛൻ സച്ചിയോട്. പിന്നെ ഒരു കാര്യം കുടുംബത്തിലുള്ളവരോട് മറച്ചു വെക്കരുത്, എല്ലാവരോടും സംസാരിച്ചിട്ട് വേണം ഒരു തീരുമാനം എടുക്കാനെന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കുക അച്ഛനിരുന്ന്. ഇനിയും കള്ളത്തരം കാണിച്ചാൽ ഞങ്ങളാരും ക്ഷമിച്ചെന്നൊന്നും വരത്തില്ല കേട്ടോ, ഇത് നിങ്ങൾക്കുള്ള ലാസ്റ്റ് വാണിംഗ് ആണെന്നും അച്ഛൻ പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര ഇങ്ങനെ തുറച്ചു തന്നെ നോക്കിയിരിക്കുക. ഈ കുടുംബത്തിലെ ചന്ദ്രയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണ് നിങ്ങൾ. അവളെപ്പോലെ നിങ്ങൾ പറ്റിച്ചു കളഞ്ഞില്ലേ, എന്ത് വിഷമായിരുന്നെന്നറിയോ ചന്ദ്രയ്ക്ക്. അതുകൊണ്ടാണ് അവളിങ്ങനെയൊക്കെ പെരുമാറിയതെന്ന കാര്യവും പറഞ്ഞ്
അച്ഛൻ വിവരങ്ങളെല്ലാം മക്കൾക്ക് വിശദീകരിച്ച് കൊടുക്കുക. അപ്പോഴത്തേക്കും ചന്ദ്ര അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ നോക്കി. ആൻറ്റി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ശ്രുതി വിളിച്ചു. അപ്പോൾ എന്താ നിനക്ക് വേണ്ടേ എന്ന് ചന്ദ്ര ചോദിച്ചപ്പം, ആൻറ്റി എന്നോട് ക്ഷമിക്കുക ആൻറ്റി, ഞാൻ ഇപ്പം പറയാം, ശ്രുതിയുടെ നല്ലതിന് വേണ്ടിയാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തതെന്ന് ശ്രുതി പറയുമ്പോൾ എന്നും പറഞ്ഞ് ചന്ദ്രമതി ഒരു തലയാട്ട് ചന്ദ്രയുടെ കാലെ ചെന്ന് പിടിച്ച് വീണ് കിടക്കുകയാണ് ശ്രുതിമോൾ. അപ്പോഴേക്കും രേവതിയും വർഷയും വന്നിങ്ങനെ നോക്കുക കേട്ടോ. പ്ലീസ് ആൻറ്റി, ക്ഷമിക്കുക ആൻറ്റി എന്നും പറഞ്ഞിരിക്കുമ്പം, അമ്മ ഞാനും അമ്മയോട് പറയണമായിരുന്നു, അമ്മേ എന്നോടും കൂടി ഒന്ന് ക്ഷമിക്കമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ കാലേ പിടിക്കുന്നു. എന്നോട് ക്ഷമിക്കമ്മേ പ്ലീസ് അമ്മേ, എന്നോടും കൂടി ക്ഷമിക്കമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിയും വന്ന് കാലേ പിടിച്ചുകൊണ്ട് നിൽക്കുക. അപ്പോൾ സച്ചിയും ശ്രീകാന്തും അച്ഛനും ഇവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നോക്കുക കേട്ടോ. ചന്ദ്രമതിയുടെ തീരുമാനം അറിയുന്നു. രണ്ടുപേരും എഴുന്നേക്കോ എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരോടും എഴുന്നേക്കാൻ പറഞ്ഞു. രണ്ടുപേരും എഴുന്നേറ്റു ഇങ്ങനെ നോക്കി നിൽക്കുവാണ്. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്തതൊക്കെ നിങ്ങൾ ഒരു നിമിഷം മറന്നുപോയി എന്ന് ചന്ദ്രമതി പറയുന്നു. എല്ലാ കാര്യങ്ങൾക്കും ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ നിന്നു, സപ്പോർട്ട് ചെയ്തു. എന്നിട്ടും നിങ്ങൾ എൻ്റെ അടുത്ത് നിന്ന് എല്ലാ കാര്യങ്ങളും മറച്ചു വെച്ച് ഇങ്ങനെയൊക്കെ ചെയ്തില്ലേ എന്ന് ചന്ദ്രമതി ചോദിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ നിന്ന് ഇങ്ങനെ ഗോഷ്ഠികൾ ഓരോന്ന് കാണിച്ചുകൊണ്ട് നിൽക്കുവാണേ. ഇത്തവണത്തേക്ക് ഞാൻ ക്ഷമിച്ചു എന്ന് ചന്ദ്ര പറയുമ്പോൾ ഹുയ്യ സന്തോഷം രണ്ടുപേർക്കും. ഇനി ഞാൻ അറിയാതെ എന്നോട് ചോദിക്കാതെ ഒരു തീരുമാനം പോലും എടുത്തേക്കരുത്, പറഞ്ഞത് കേട്ടില്ലേ എന്ന് ചോദിച്ചു. ശരി അമ്മയെന്ന് ശ്രുതി. അപ്പോഴത്തേക്ക് ശ്രുതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിന്ന് തലയാട്ടുക. എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വർഷയും രേവതി ഇങ്ങനെ അവിടെ നിൽക്കുന്നു. അന്തം വിട്ട് ഇങ്ങനെ നോക്കുവാണ് നമ്മുടെ സച്ചി. അപ്പോൾ ശ്രീകാന്ത് ഇങ്ങനെ ഇരിക്കുന്നു എന്നുള്ള ഇരിക്കുമ്പോൾ അത് കൊള്ളാമല്ലോ, അങ്ങനെ പ്രശ്നമെല്ലാം അവസാനിച്ചല്ലേന്ന് ചോദിച്ചു സച്ചി. ഒടുക്കം നാട്ടാമ്മയൊരു തീർപ്പ് കൽപ്പിച്ചു. നാട്ടാമ്മയോ കടലാമ്മ എന്നൊക്കെ കേട്ടിട്ടുണ്ട്, ഇതെന്താ ഈ നാട്ടാമ്മ എന്ന് വർഷ സച്ചിയോട് ചോദിക്കുമ്പം അത് സച്ചേട്ടൻ അമ്മയെ ഉദ്ദേശിച്ച് പറഞ്ഞതാണ്. ശ്രീകാന്ത് ഈ നാട്ടുരാജാവൊക്കെ ഇല്ലേ, അതുപോലെ നാട്ടാമ്മ. അന്നേരം പക്ഷേ നാട്ടാമ്മയുടെ തീർപ്പിൽ ചെറിയൊരു പ്രശ്നമുണ്ടെന്ന് സച്ചി പറയാം. ഇനിയെന്ത് പ്രശ്നമാണെന്ന് ചോദിച്ചു. ഞങ്ങൾ അമ്മയോട് ക്ഷമ ചോദിച്ചില്ലേ, അമ്മ ഞങ്ങൾ രണ്ടുപേരോടും ക്ഷമിക്കുകയും ചെയ്തു, ഇനി അതിനകത്ത് എന്താ പറയുക പ്രശ്നമുള്ളതെന്ന് ചോദിച്ചു ശ്രുതി. അന്നേരം അച്ഛാ, കാലിൽ വീഴുന്നവരെ വിശ്വസിക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ നമ്മളൊരു ബീച്ചിൽ പോയിരിക്കുന്നു എന്ന് കരുതുക, തിരമാല വന്ന് നമ്മുടെ കാലെ തൊട്ട് തിരികെ പോകും. നമ്മൾ അതിനെ വിശ്വസിച്ച് അതിൻ്റെ പുറകെ പോയാലേ നമ്മുടെ അവസ്ഥ എന്താകുമെന്ന് സച്ചി ചോദിക്കുമ്പോൾ നിർത്തടാ, എല്ലാം പറഞ്ഞ് നമ്മൾ അവസാനിപ്പിച്ചല്ലേ, അത് പിന്നെന്താന്ന് അച്ഛൻ സച്ചിയോട് ചോദിച്ചു. അപ്പോഴും ശ്രുതി ഇങ്ങനെ സച്ചിയെ തുറച്ച് നോക്കുക. അപ്പം എന്നാൽ ശരി എന്നാൽ അപ്പോൾ അച്ഛാ പോവല്ലേ, അവിടെ നിൽക്കാൻ പറഞ്ഞു, ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു സച്ചി. രവിയേട്ടാ ഇവൻ എന്താ പറയാൻ പോകുന്നതെന്ന് എനിക്കറിയാവുന്ന രവിയേട്ടൻ്റെ കാശ് കൊണ്ടാണല്ലോ ശ്രുതി ഷോറൂം തുടങ്ങിയത്. ഇപ്പം ആ കാശിൽ ഇവന് കിട്ടാനുള്ള ഷെയർ ഇവന് വേണമെന്നും അതാ ചോദിക്കാൻ പോകുന്നതെന്ന് ചന്ദ്ര പറയുമ്പം ആണോടാ എന്ന് ചോദിച്ചാൽ, അല്ല അമ്മ പറഞ്ഞതിൽ പകുതി സത്യമുണ്ട് പകുതി സത്യമല്ല എന്ന് സച്ചി. എനിക്ക് കാശൊന്നും വേണ്ട, ഞാൻ എടാ ശ്രീകാന്ത് നിനക്ക് വേണോടാന്ന് ചോദിച്ചു. എനിക്കെങ്ങും വേണ്ടാന്ന് ശ്രീകാന്തും പറഞ്ഞു. എടാ ഓട്ടക്കാരാ നീ കേട്ടല്ലോ, ഇതാണ് നീയും ഞങ്ങളും തമ്മിലുള്ള വ്യത്യാസമെന്ന് സച്ചി അന്നേരം പറയാം. അപ്പോഴും ഓട്ടക്കാരൻ ഇങ്ങനെ നോക്കുക ഓട്ടക്കണ്ണിട്ട്. അപ്പോൾ നമ്മുടെ സച്ചി, അച്ഛാ അതെ നമ്മുടെ നാട്ടാമ്മയുടെ തീർപ്പിൽ ചെറിയൊരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു, അതുകൊണ്ട് ഞാൻ എൻ്റെ തീർപ്പ് അങ്ങ് പറയാമെന്ന് സച്ചി പറയാം. എന്താ തീർപ്പ്? ഇങ്ങനെ ഇവർ എല്ലാവരും വട്ടം പിടിച്ചിങ്ങനെ നോക്കി നിൽക്കുക. ഈ കട തുടങ്ങിയത് നിൻ്റെ ഭാര്യയുടെ അച്ഛൻ്റെ കാശും കൊണ്ടല്ല, ഈ അച്ഛൻ്റെ കാശ് കൊണ്ടാണെന്ന് സച്ചി പറഞ്ഞു. അപ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക സച്ചിയുടെ മുന്നിൽ ശ്രുതിയൊക്കെ. അതായത് ജീവിതകാലം മുഴുവനും അച്ഛൻ വിയർപ്പൊഴുക്കി അധ്വാനിച്ചുണ്ടാക്കിയ കാശ് കൊണ്ടാണ് നീ കട തുടങ്ങിയതെന്ന് മനസ്സിലായോ? അതുകൊണ്ട് ഇനി മുതൽ കടയുടെ ഉടമ നീയല്ല അച്ഛനാണെന്ന് സച്ചി പറയുമ്പം എടാ അച്ഛനോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ശ്രുതി. അപ്പോഴേക്കും വർഷയും അതുപോലെ രേവതിയൊക്കെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. എന്താടാ സച്ചി നീ പറയുന്നത്? അതൊന്നും വേണ്ട, ശരിയാവില്ല എന്ന് പറഞ്ഞു അച്ഛൻ. അപ്പം അച്ഛനാണ് ഇനി മുതൽ കടയുടെ ഓണർ, ഇവനല്ല എന്ന് സച്ചി അങ്ങ് തീർപ്പ് പറഞ്ഞു. എന്ന് പറഞ്ഞിരിക്കുക ചന്ദ്ര. മകൻ്റെ കയ്യിൽ നിന്ന് പോയതിൻ്റെ ഒരു വിഷമം. അപ്പം അതൊന്നും ശരിയാവത്തില്ലടാന്ന് അച്ഛൻ പറഞ്ഞപ്പം, അല്ല നിനക്കിപ്പോൾ അവിടെ എന്ത് ജോലി തരും? സെയിൽസ്മാൻ ആക്കിയാലോ അച്ഛാ? അത് വേണ്ട, ഇവൻ 7 ഡിഗ്രിയൊക്കെ ഉള്ളവനല്ലേ. അപ്പോൾ 7 എടാ നിന്നെ അവിടുത്തെ മാനേജർ ആക്കട്ടെ എടാ. അതും വേണ്ടല്ലേ അച്ഛാ, കള്ളക്കണക്ക് എഴുതി അവൻ അച്ഛൻ ചിലപ്പോൾ പറ്റിച്ചുകൊണ്ട് പോകും. അച്ഛൻ്റെ സഹായിയായിട്ട് അങ്ങ് നിന്നാൽ മതി, മാസം അച്ഛൻ എന്തെങ്കിലും തരും. എടാ നിന്നെ ഞാൻ എന്ന് പറഞ്ഞ് ശ്രുതി നിൽക്കുമ്പോൾ എന്തോ എന്ന് പറഞ്ഞ് സച്ചി അങ്ങ് ചെന്നു മിണ്ടാട്ടം മുട്ടി രണ്ടും കൂടെ ഇങ്ങനെ നിൽക്കുവാണ്. അതായത് ശ്രുതിയും. അപ്പോഴേക്കും വർഷയ്ക്കും രേവതിക്കൊക്കെ ചിരി വരും, ശ്രീകാന്തനൊക്കെ. ഇന്ന് മുതൽ നീ ആ കടയുടെ മുതലാളിയല്ല, നീ അവിടുത്തെ വെറും ഒരു തൊഴിലാളി മാത്രമാണെന്ന് നമ്മുടെ സച്ചി പറയുമ്പോൾ ഞാനോ എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ നിൽക്കുക. ചന്ദ്രയുടെ മിണ്ടാട്ടം മുട്ടിപ്പോയി. ഇനി ചന്ദ്രമതി ഹോം അപ്ലയൻസസിൻ്റെ മുതലാളി ഈ നിൽക്കുന്ന എൻ്റെ അച്ഛനാണെന്നൊക്കെ പറഞ്ഞ് ഇതാണ് എൻ്റെ തീർപ്പെന്ന് പറഞ്ഞു നമ്മുടെ സച്ചി. അപ്പോഴത്തേക്ക് എല്ലാവരും കൈയടിച്ചു, പ്രത്യേകിച്ച് വർഷയും ശ്രീകാന്തും
രേവതിയും. അപ്പോൾ എല്ലാവർക്കും ഞാനെടുത്ത് തീരുമാനം ഓക്കെ അല്ലേന്ന് ചോദിച്ചു. അപ്പോൾ പിന്നെ അല്ലാതെ അങ്കിളിൻ്റെ കാശ് കൊണ്ടല്ലേ ഷോറൂം തുടങ്ങിയത്, അപ്പോൾ അങ്കിളാണല്ലോ അതിൻ്റെ ഓണറെന്ന് വർഷ പറഞ്ഞു. അതേന്നും പറഞ്ഞ് സച്ചിയും. അച്ഛൻ ഷോപ്പ് മാനേജ് ചെയ്യുന്നത് തന്നെ ആയിരിക്കും നല്ലത്. സുധിയേട്ടൻ ഇതൊന്നും നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ അറിയില്ല അച്ഛാന്ന് ശ്രീകാന്ത് പറഞ്ഞപ്പം അതൊന്നും വേണ്ട എന്ന് പറഞ്ഞു. അന്നേരം വേണോ അച്ഛാന്ന് സച്ചി. അതേ പറ്റുള്ളൂ എന്നും സച്ചി തീർപ്പ് പറയും അവിടെ. ഞാൻ പറഞ്ഞപ്പോൾ തന്നെ എല്ലാവരും കൈയടിച്ച് സപ്പോർട്ട് ചെയ്തത് കണ്ടില്ലേ അച്ഛാ, എൻ്റെ തീർപ്പിനാണ് വോട്ട് കൂടുതൽ കിട്ടിയത്. നോക്ക് ഈ അമ്മ വരെ സൈലൻ്റ് ആയി പോയില്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ അമ്മ എന്തെങ്കിലും ഇത് പറ അമ്മ എന്നും പറഞ്ഞ് സുധി. അപ്പോൾ അമ്മയുടെ കയ്യിൽ നിന്നും പോയി അമ്മ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. മിണ്ടാട്ടം മുട്ടിച്ച് കളഞ്ഞു നമ്മുടെ സച്ചി. അവൻ്റെ നോട്ടം കണ്ടില്ലേ അച്ഛാ, അവൻ അമ്മയെ കൊണ്ട് എന്തൊക്കെയാ പറയിപ്പിക്കാൻ നോക്കുകയാണെന്ന് സച്ചി അന്നേരം അവിടെ നിന്ന് പറഞ്ഞു. അതൊന്നും പറ്റുന്ന കാര്യമല്ല മോനെ, തീർപ്പൊക്കെ കൽപ്പിച്ച് കഴിഞ്ഞു കേട്ടോ. അച്ഛനാണ് ഇനി കടയുടെ ഓണർ, മനസ്സിലായോ എന്ന് ചോദിച്ചു. എടാ നീ ഇനി ഒന്നും പറയാൻ നിൽക്കണ്ട, പറയേണ്ടതൊക്കെ ഞാനായിട്ട് പറഞ്ഞു കഴിഞ്ഞെന്ന് സച്ചി അങ്ങ് പറഞ്ഞു. എന്തായാലും ഇനി കടയുടെ ഓണർ അച്ഛൻ. പിന്നെ നിൻ്റെ ഈ ഇതൊന്നും ഇനി അങ്ങോട്ട് കള്ളത്തരങ്ങളൊന്നും മുന്നോട്ട് വിജയിക്കുമെന്ന് നീ കരുതണ്ട. ഇപ്പം നീ തോറ്റില്ലേന്ന് ചോദിച്ചു. അതുപോലെ തോക്കാനിരിക്കുന്നതേ ഉള്ളൂ. ഇതൊരു തുടക്കം മാത്രമാണെന്ന് നീ കരുതിക്കോളാൻ സച്ചി പറയാം. അപ്പോഴത്തേക്ക് ശ്രുതി ഇങ്ങനെ ചന്ദ്രമതിയെ നോക്കുക കേട്ടോ, പേടിച്ചെറിൻ്റെ ഇങ്ങനെ നിൽക്കുക എല്ലാം കൂടി. അങ്ങനെ ചന്ദ്രമതി അവിടുന്ന് തുള്ളിച്ചാടി അങ്ങ് കയറിപ്പോയി. ശ്രുതി നീ വാ എന്ന് പറഞ്ഞ് ശ്രുതിയും കൂട്ടി ശ്രുതി അവിടുന്ന് അങ്ങ് പോയി. അന്നേരം അച്ഛൻ എടാ ഇതൊക്കെ വേണോടാന്ന് ചോദിച്ചു. അപ്പം അച്ഛനവിടെ പോയി റെസ്റ്റ് എടുക്കുക, ചിലപ്പോൾ നമുക്കറിയാം കാര്യങ്ങൾ എന്നെ വേണ്ടതെന്ന് പറഞ്ഞിങ്ങനെ സച്ചി ഇങ്ങനെ പറഞ്ഞു. അച്ഛൻ്റെ കയ്യിലേക്ക് കട കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു, അച്ഛന് നല്ല ലാഭം ഉണ്ടാവും എന്ന് പറഞ്ഞ് രേവതി ഇങ്ങനെ സച്ചിക്ക് സപ്പോർട്ടീവായിട്ട് നിന്ന് കൈയൊക്കെ കൊടുക്കുന്ന ഒരു സിറ്റുവേഷൻ കാണിച്ച് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ. ടാറ്റാ.